ഹായ് നമസ്കാരം. അങ്ങനെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കേട്ടോ, നമ്മുടെ ഇടുക്കി ജില്ലയിലെ പ്രകാശനോട് ചേർന്ന് കരിക്കമ്മേട് എന്നൊരു സ്ഥലമുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു വ്ലോഗ് കഴിഞ്ഞ ദിവസം നമ്മുടെ സോളോ ട്രാവലർ ചെയ്ത് കണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തൊട്ട് നമുക്ക് ഒരു ആഗ്രഹമാണ് ആ ഒരു സ്ഥലത്ത് പോകണം എന്നുള്ളത്. അങ്ങനെ ഞാനും ബിൽബിങ്ങനെ ഇന്ന് കരിക്കമ്മേട് എന്നൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ നിൽക്കുന്ന വീട്ടിലാട്ടോ. വീട്ടിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോകണം. അപ്പം ഞാനും ബിൽബിയുണ്ട്. മാത്രമല്ല അവിടെ ചെന്നതിന് ശേഷം, അതായത് പ്രകാശ് എന്നൊരു സ്ഥലത്ത് ചെല്ലണം. അവിടെ ചെന്നതിന് ശേഷം അനിയത്തി വരുന്നുണ്ട്. അനിയത്തിയുടെ ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കൂടി നേരെ കരിക്കമ്മേടിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് റൈഡ് വീഡിയോ ഒന്നുമില്ല, നേരെ മലയുടെ മുകളിലേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്ന ആരൊക്കെയാണ്? നമ്മുടെ പീക്കിരിയുണ്ട്, ഹായ്. പൊന്നുണ്ട്, ഹായ്. സുന്ദരൻ രാഹുൽ സുന്ദരനുണ്ട്, ഹായ് ഹായ്. ഓക്കെ. ഇനി നമ്മൾ എങ്ങോട്ട് പോണേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ വന്നത് എവിടെ, എവിടെയാണോ അല്ല അപ്പുറയാണോ? നമുക്ക് എങ്ങോട്ട് ഇറങ്ങി പോകാമോ? ഓക്കെ. അതല്ല ബിൽബി, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട സ്ഥലം, പോയ സ്ഥലം ഞാൻ എവിടെയോ കണ്ടായിരുന്നു. ആ പള്ളി പാറ. ഓക്കെ. ഇതിനകത്ത് വല്ലതും കാണുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ചെറിയൊരു കോടമഞ്ഞം ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് വ്യക്തമാണോ എന്നറിയത്തില്ല. അതേ ഒരു പള്ളി കാണുന്ന സ്ഥലമാണ് നമ്മുടെ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അവിടുന്ന് കയറി ഇതേ ഒരു മലയുടെ മുകളിലേക്ക് പോയി. അതായിരുന്നു നമ്മുടെ ടൂറിസ്റ്റ് പാറ. അവിടുത്തെ നിന്നുള്ള വിഷ്വലും കാഴ്ചകളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഒരു വെള്ളം കയറി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ചെറിയൊരു മൂടൽ മഞ്ഞുണ്ട്, ചെറിയൊരു കോട ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പം വിഷ്വൽ എത്രയും വ്യക്തമാണ് നമുക്കറിയത്തില്ല. നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പാറയിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ചും കൂടെ വ്യൂ നമുക്ക് ലഭിക്കും. ഫുള്ള് നമ്മൾ റൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയിൽ നമുക്ക് നമ്മുടെ മലനിരകളുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ആ ഒരു സൈഡിലേക്കൊക്കെ നല്ലപോലെ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടുള്ള ഒരു അല്പം നമുക്ക് വ്യക്തമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും സൺസെറ്റ് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഇത്. പക്ഷേ ഇന്ന് ചെറിയൊരു മൂടലുള്ളത് കൊണ്ട് നമുക്ക് സൺസെറ്റ് എന്തായാലും ഇന്ന് മിസ്സാവും. എന്നാലും കുഴപ്പമില്ല. ഓക്കെ. ഇവിടുന്ന് ഓടിയാൽ വലുതാവുമോ? ലൈഫ് ജോസൂട്ടി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇവിടെ ആയിരുന്നോ? ഓക്കെ. ആ സിനിമയിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ. അത് സെറ്റ് ഇടുകയത്, അതായത് ഒരു തുരങ്കത്തിക്കടെ കയറി ഈ ചെറിയ കുട്ടിക്കാലം കാണിക്കാനായിട്ടൊരു സോങ് ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് ഇവര് സിനിമ തുടങ്ങുമ്പോഴല്ലേ? ഓക്കെ. നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി സിനിമയുടെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ദിലീപിന്റെയും നമ്മുടെ നായികയുടെയും ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയിൽ കുട്ടിക്കാലം കാണിക്കുന്ന നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ. അപ്പോൾ ഈ ലൊക്കേഷൻ ഇപ്പോൾ ആ സിനിമയിൽ നമ്മുടെ വിഷ്വല് ഇട്ട് കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് കാരണം വെച്ചാൽ അവർ ഈ ഒരു ലൊക്കേഷനിൽ സെറ്റ് ഇട്ടതിന് ശേഷമാണ് ആ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിഷ്വലും അപ്പം റിയൽ ആയിട്ടുള്ളത് നമ്മൾ കാണിക്കുമ്പോൾ ഒരു അല്പം വ്യത്യാസമായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ താഴത്തേക്ക് സെറ്റ് ഇട്ടിട്ട് അവർ ഈ ഗുഹയക്കടെ ഇറങ്ങി കയറി അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേനും അവർ വലുതാവുക. ഓക്കെ.
അമ്പോ ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് തകർത്തു. സ്ലിപ്പായി കഴിഞ്ഞാൽ പണി കിട്ടും. എന്നാലും കുഴപ്പമില്ല. വന്നോ എന്തോ കോമഡി നടന്നല്ലോ. മുട്ട കിട്ടോ? ഇവിടെ ഗംഭീരമായ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൺസെറ്റും കൂടെ കവർ ചെയ്യണം എന്ന രീതിയിൽ പോകുന്നതായിരുന്നു കേട്ടോ നമുക്ക്. പക്ഷേ നമുക്ക് സൺസെറ്റ് കവർ ചെയ്യാൻ സാധിക്കില്ല. മൊത്തത്തിൽ കോടമഞ്ഞും ഉണ്ട്, അതുപോലെ ചെറിയൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു മൂടലുണ്ട് കേട്ടോ. കാർമേഘമൊക്കെ നല്ലപോലെ ഇരുണ്ട് മൂടി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കരിക്കുമേട് അല്ലെങ്കിൽ പരുന്തുംപാറ ഈ ഒരു വ്യൂ പോയിന്റിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതുപുത്തൻ സ്ഥലങ്ങളും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ. ഓക്കെ അപ്പോൾ എല്ലാം നമ്മുടെ തന്നെ മാസ്ക് വെച്ച് അടിക്കാൻ